എന്താണ് FCRA? എന്താണ് ജോഷുവ പ്രൊജക്ട്? എന്താണ് തിമോത്തി ഇനീഷ്യേറ്റീവ്? അതുപോലെ തന്നെ എന്തിനാണ് കേരളത്തിലെ ചില മെത്രാന്മാരും മതമേലാളന്മാരും ഒക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ആൻസേഴ്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് FCRA എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്ന് പറഞ്ഞു തുടങ്ങാം. FCRA എന്ന് പറയുന്നത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിയമമാണ്. ആൻഡ് ഈ നിയമം അഡ്മിനിസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്, അല്ലെങ്കിൽ അവരുടെ അണ്ടറിലാണ് ഈ ഒരു കാര്യം വരുന്നത്. അപ്പോൾ ഇത് 2010 മുതലുള്ളൊരു നിയമമാണ്. കുറച്ചും കൂടെ ആധികാരികമായിട്ട് പറഞ്ഞാൽ 1976 മുതൽ നിലനിൽക്കുന്ന ഒരു നിയമത്തിൻ്റെ കുറച്ചുകൂടെ പരിഷ്കൃത വേർഷനാണ് FCRA. ഇനി എന്താണ് FCRAനെ കൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചാൽ, കുറേയധികം ഫോറിൻ ഓർഗനൈസേഷൻസിൽ നിന്ന് നമ്മുടെ നാട്ടിലോട്ട് ഫണ്ട് വരും. അത് ചിലപ്പോൾ ഫോറിൻ ചില NGOസിൽ നിന്നായിരിക്കാം, അതേപോലെ തന്നെ ഫോറിനേഴ്സ് ആയിട്ടുള്ള ചാരിറ്റി ചർച്ചുകൾ എന്നിവിടങ്ങളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഫൗണ്ടേഷൻസിൽ നിന്നായിരിക്കാം. ഇവിടെ നിന്നൊക്കെ നമ്മുടെ നാട്ടിലെ കുറേയധികം NGOകളിലേക്കും ട്രസ്റ്റുകളിലേക്കും സൊസൈറ്റികളിലോട്ടും ഒക്കെ ഈ പുറത്ത് നിന്ന് പൈസ വരും. അപ്പോൾ ഈ പൈസ എന്തിനാണ് വന്നത്, എന്തിനാണ് വിനിയോഗിച്ചത് എന്ന് കൃത്യമായിട്ട് നമ്മുടെ ഗവൺമെൻറ് ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യുന്നു. അത് മാത്രമാണ് മെയിനായിട്ടും FCRA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ FCRA വഴി വന്നിട്ടുള്ള ആ ഒരു പണം നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റിന് എതിരായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്ന കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്തുകൊണ്ട് ഈ ഒരു അവസരത്തിൽ നമുക്ക് എടുത്തു പറയാൻ ചോദിച്ചാൽ, ഈ പുറത്തു നിന്ന് വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ചില ആളുകളുടെ ഫണ്ടുകൾ, അവരുടെ ATM കാർഡുകൾ മുതലായതൊക്കെ നമ്മുടെ നാട്ടിലെ വിഘടനവാദവും നമ്മുടെ നാട്ടിലെ അരാജകത്വവും നമ്മുടെ സോൾജിയേഴ്സിനെ കൊല്ലുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മാവോയിസ്റ്റുകളുടെ കയ്യിൽ നിന്നും മറ്റും കണ്ടെടുത്ത വാർത്തകൾ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അത് മാത്രമല്ല, അമേരിക്കയിൽ നിന്നും അതുപോലെ തന്നെ ഉക്രൈനിൽ നിന്നൊക്കെ വന്ന ഈ വിഘടനവാദികൾക്ക് പരിശീലനം കൊടുക്കുന്ന കുറേ ആൾക്കാരെ ഇന്ത്യ പൊക്കിയ വിവരവും നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അപ്പം ബേസിക്കലി ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന പൈസ ഉപയോഗിച്ചിട്ട് നമ്മുടെ നാട്ടിൽ വിഘടനവാദം വളർത്തുക, നമ്മുടെ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുക, അങ്ങനെ നമ്മുടെ നാട് നശിപ്പിക്കുക എന്നുള്ള കുറേ കാര്യങ്ങൾ ഒരു സൈഡിൽ നടക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടു കാണും. അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഒരു FCRA എന്ന് പറയുന്ന കാര്യത്തിനെ കൊണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ വശങ്ങളിലോട്ട് പോവാം. ഒരു തവണ കൂടെ ഞാൻ ആരൊക്കെയാണ് നമുക്ക് FCRA ഫണ്ട് തരുന്നത് എന്നുള്ളതൊന്ന് ബ്രീഫ് ചെയ്യാം. അതായത് ചില ഫോറിൻ ഓർഗനൈസേഷൻസ്, അവർ കൊടുക്കുന്ന മണി ഡൊണേഷൻസ്, അതുപോലെ തന്നെ ഓവർസീസിലുള്ള ചാരിറ്റി ഓർഗനൈസേഷൻസും ചർച്ചുകളും, പിന്നെ ചില ഫോറിൻ ഫൗണ്ടേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ പൈസ വിദേശത്ത് നിന്നും വരുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ അത് കുറേ ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. അതിൽ ഗവൺമെൻറ്റിൻ്റെ കർശനമായ നിർദ്ദേശപ്രകാരം FCRA സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ NGOകളോട്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട്, അതുപോലെ തന്നെ സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻസിനോടാണ്. അപ്പോൾ ഇത്തരം ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിൽ അവർക്ക് ഈ ഒരു ഫോറിൻ ഫണ്ട് മേടിക്കണം എന്നാണെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത്. ഇത്തരത്തിലെത്തുന്ന പണം നമ്മുടെ നാട്ടിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് ഏകദേശം പ്രൂവ് ചെയ്യപ്പെട്ടത് കൊണ്ടാണല്ലോ നമ്മുടെ ഗവൺമെന്റിന് ഇതിനകത്ത് കുറച്ച് ഭേദഗതികളൊക്കെ കൊണ്ടുവരേണ്ടി വന്നതും ചില കാര്യങ്ങളൊക്കെ കൂടുതൽ സ്ട്രിക്റ്റ് ആക്കേണ്ടി വന്നതും. ഇനി അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരാൾക്കൊരു FCRA അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ അക്കൗണ്ട് നമ്മുടെ ന്യൂഡൽഹി മെയിൻ ബ്രാഞ്ചിലുള്ള SBI ത്രൂ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കണം എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞ ഒരു കാര്യം. അതായത് SBI FCRA അക്കൗണ്ടുകളായിരിക്കണം മെയിനായിട്ട് വേണ്ടത്. എന്നിട്ട് അവിടെ നിന്ന് ആവശ്യത്തിന് യൂട്ടിലിറ്റേറിയൻ അക്കൗണ്ടുകളിലോട്ട് മാറ്റാം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പണ്ടൊക്കെ FCRA അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ FCRA ത്രൂ ഒരു NGOയ്ക്ക് ഒരു പൈസ കിട്ടിയാൽ അവർക്ക് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടില്ലാണ്ട് എലിജിബിൾ ആണെന്ന് തോന്നുന്ന വേറെ NGOകൾക്ക് ആ പൈസ അയച്ചു കൊടുക്കാമായിരുന്നു. പക്ഷേ ഇനി തൊട്ട് അങ്ങനെ പറ്റില്ല. ഒരു അക്കൗണ്ടിൽ വന്നാൽ ആ അക്കൗണ്ടിൽ തന്നെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപ്പ് അല്ലെങ്കിൽ യൂട്ടിലിറ്റേറിയൻ ലിമിറ്റ് ഓൺ എന്ന് പറയുന്നത് 50% നിന്ന് 20% ഗവൺമെൻറ് കുറച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഇനിയുള്ള കുറച്ച് മാറ്റങ്ങളാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റിസീവ് ചെയ്യുന്ന ആൾക്കാരെ കുറച്ച് ചൊടിപ്പിച്ചതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതായത് നിങ്ങൾക്കൊരു FCRA അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ അത് മുന്നേ കൂട്ടി അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ അത് തുടങ്ങണമെങ്കിലും അതിൻ്റെ റിന്യൂവലിനുമൊക്കെ ഇന്ത്യൻ സിറ്റിസൻസ് ആണെങ്കിൽ ആധാർ അടക്കമുള്ള സകല ഐഡൻറ്റിഫിക്കേഷൻ മാർക്സും നിങ്ങൾ ഗവൺമെൻറ്റിന് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ മാത്രമല്ല
ഇനി ഈ അക്കൗണ്ടുകളുടെ മേൽ നല്ല സ്ട്രിക്റ്റ് സ്ക്രൂട്ടിനിയാണ് ഗവൺമെൻറ് വെക്കാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പൈസ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചു, എവിടെയൊക്കെ എത്രയൊക്കെ എന്നുള്ള കൃത്യം കണക്കുകൾ നമ്മുടെ ഗവൺമെൻറ്റിനെ ബോധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. പിന്നെ ഈ FCRA അക്കൗണ്ടുകൾ ഒരിക്കലും പെർമനൻ്റ് ആയിരിക്കത്തില്ല. ഇത്തരത്തിൽ നല്ല വൃത്തിയുള്ള സ്ക്രൂട്ടിനിക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒരു ഫോൾട്ട് ഉള്ളതായിട്ട്, അതായത് കാണിച്ച കണക്ക് കൃത്യമല്ല, എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ തരത്തിൽ പൈസ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ടാൽ അവർക്ക് നിങ്ങളുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. സ്വാഭാവികമായിട്ടും വേണമല്ലോ. ഇന്ത്യയിലോട്ട് പുറത്തുനിന്ന് ചില ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഫണ്ട് വന്നിട്ട് ആ ഫണ്ട് അതിനൊന്നല്ല വിനിയോഗിച്ചത്, വേറെ പല കാര്യങ്ങൾക്കാണ് വിനിയോഗിച്ചതെന്ന് കണ്ടാൽ നല്ലൊരു ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും അതിനെ എതിർക്കണം, അതിനെ ഫ്രീസ് ചെയ്യണം. അങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും വേറെ നാട്ടിൽ നിന്ന് വന്ന ഫണ്ട് കൊണ്ട് ചെയ്യണ്ട. ഇതിൽ ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ടുള്ളത്? ഇനി പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലെ പബ്ലിക് സെക്ടേഴ്സിലൊക്കെ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ, അവർക്ക് ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാനോ ഫണ്ട് സ്വീകരിക്കാനോ ഉള്ള റൈറ്റ്സ് ഇല്ല, അല്ലെങ്കിൽ അവരത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം കൂടെ FCRAയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ കേട്ടതിൽ നിന്ന് എവിടെയാണ് FCRA ഭേദഗതി വരുന്നത് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എതിരാവുന്നത്? എവിടെയാണ് FCRA നിയമ ഭേദഗതി ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിലീജിയസ് ഗ്രൂപ്പിന് സ്ക്രൂട്ടിനി ചെയ്യുന്നത്? ഇവിടെ അങ്ങനെ ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നേഷൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് നടക്കുന്നതാണ്. അല്ലാണ്ട് തോന്നിയ ആൾക്കാർ മുഴുവൻ വന്ന് തോന്നിയ ഫണ്ട് മുഴുവൻ ഇവിടെ ഇറക്കി ഈ തോന്നിയ ഫണ്ട് തോന്നിയ ആൾക്കാർ തോന്നിയതുപോലെയൊക്കെ വിനിയോഗിക്കുന്ന ഒരു വെള്ളരിക്ക പട്ടണം രീതിയൊക്കെ എങ്ങനെയാണ് സ്ട്രോങ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റുക? ഇനി നമുക്ക് കുറച്ച് ലോജിക്കലായിട്ട് ചിന്തിക്കാനുള്ളൊരു സമയമാണ്. ഈ FCRA ത്രൂ ഉള്ള ഫണ്ട് എല്ലാ റിലീജിയസ് ഗ്രൂപ്പ്സിനും കിട്ടുന്നുണ്ട്. അതായത് മുസ്ലിംസിനുണ്ട്, ക്രിസ്ത്യൻസിനുണ്ട്, ഹിന്ദുസിനുണ്ട്, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ബാക്കി 2 ഗ്രൂപ്പുകൾക്കും ഇല്ലാത്ത പ്രശ്നങ്ങൾ എന്തിനാണ് ഈ കേരളത്തിലെ ക്രിസ്ത്യൻ മെത്രാന്മാരും അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള നേതാക്കന്മാരൊക്കെ നടത്തുന്നത് എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ചിന്തിക്കുന്നതിന് ദൃഷ്ടാന്തം ഉണ്ടെന്നുള്ള കുറച്ച് കാര്യങ്ങളോട്ടൊക്കെ എത്താൻ പറ്റും. ആദ്യം തന്നെ പറയട്ടെ, ഇവർ പറഞ്ഞു നിസ്വാർത്ഥ സേവനം നടത്തുന്നതിൽ ഗവൺമെൻറ് ഇടപെടുന്നു, ഗവൺമെൻറ് അതിനെ എതിർക്കുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിസ്വാർത്ഥ സേവനം? പ്രത്യേകിച്ചൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് ജനങ്ങളെ സഹായിക്കുക. ആരെയാണ് ശരിക്കും റിലീജിയസ് നേതാക്കൾ സഹായിക്കേണ്ടത്? അവരുടെ തന്നെ ഗ്രൂപ്പിലുള്ള ഏറ്റവും താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരെയൊക്കെയാണ് ഈ റിലീജിയസ് നേതാക്കൾ ശരിക്കും സഹായിക്കേണ്ടത്, അല്ലേ? അങ്ങനെയാണല്ലോ ഒരു സൊസൈറ്റിനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തുന്നത്. ഇനി ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഗവൺമെൻറ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പള്ളികൾ പണിയാനോ അമ്പലങ്ങൾ പണിയാനോ ഈ പൈസ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം എങ്ങനെയാണ് റിലീജിയന് ഇതെതിരെ നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇത് വെച്ചിട്ട് സ്കൂൾസും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസും തുടങ്ങരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഫണ്ട് വെച്ചിട്ട്? അപ്പോൾ എങ്ങനെയാണ് ഈ സേവനത്തിനെതിരെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ആകെ പറഞ്ഞിട്ടുള്ളത് വരുന്ന പൈസയുടെ കണക്ക് കൃത്യമായിട്ട് കാണിക്കണം, പ്ലസ് ഈ പൈസ മതപരിവർത്തനം, അത് ത്രൂ വിഘടനവാദം, അങ്ങനെ സൊസൈറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതായത് പറഞ്ഞു വരുന്നത് ആളുകളുടെ വീട്ടിലോട്ട് കയറി ചെന്നിട്ടുള്ള ഒരു മതപരിവർത്തനം എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് ഭയങ്കര ചീപ്പാണ്, അത് ഇന്ത്യയിൽ വേണ്ട എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് എന്തിനാണ് ആൾക്കാർക്ക് ചൊറിയുന്നത് എന്ന് മനസ്സിലാവണില്ല. എന്തിനാണ് ഈ മതപരിവർത്തനം ചെയ്താൽ മാത്രമേ മതം വളർത്താൻ പറ്റൂ എന്നൊരു തോട്ട് പ്രോസസ്സുമായിട്ട് ആൾക്കാർ ജീവിക്കുന്നത് എന്നുള്ളത് ശരിക്കും ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നിസ്വാർത്ഥ സേവനത്തിനെ കുറിച്ച് പറഞ്ഞപ്പം ഈ അടുത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2 കാര്യങ്ങൾ, മിഷണറി ഗ്രൂപ്പ്സിന്റെ അണ്ടറിലുള്ള എല്ലാ ഹോസ്പിറ്റൽസിലും നഴ്സുമാർ നല്ല സമരത്തിലൊക്കെയാണ്. ഇത് കാണുന്നതാണ് നമ്മൾ. എന്തിനു വേണ്ടിയിട്ട്? ബേസിക് പേ കൂട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇവർക്ക് ബേസിക് പേ കൊടുക്കാനുള്ള ഒരു വരുമാനം ഗ്രൂപ്പ്സിന്റെ അടിയിലത്തെ ഹോസ്പിറ്റൽസിന് ഇല്ലെന്നാണോ പറഞ്ഞു വരുന്നത്? നമ്മുടെ നാട്ടിൽ ഈ മറുനാടൻ മലയാളി പോലെയുള്ള ചാനലൊക്കെ നടത്തുന്ന ഷാജൻ സ്കറിയെ പോലുള്ള ആൾക്കാരൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നുണ്ട്. ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യൻ നഴ്സുമാരായിട്ടുള്ള കുട്ടികൾ ഇനിയൊന്നും പള്ളിക്കും മറ്റും ഫണ്ടൊന്നും കൊടുക്കാൻ നിൽക്കരുത്, ഇവരായും തന്നെ നാട്ടിലെ നഴ്സുമാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിലുള്ള പോസ്റ്റുകൾ ഇടുന്ന കാഴ്ചയൊക്കെ ഞാൻ കണ്ടു. അപ്പം ഇത്രയും ഞാൻ പറഞ്ഞ അത്രയും ആക്യുറേറ്റ് അല്ല, ബട്ട് സ്റ്റിൽ ഇതൊക്കെ തന്നെയായിരുന്നു അതിനകത്ത് കണ്ടന്റ്. അപ്പം എന്തുകൊണ്ട് ഇത്രയും ഫണ്ടൊക്കെ കിട്ടുന്ന ഇവർക്ക് ഇവരുടെ തന്നെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നഴ്സുമാരുടെ ഉന്നമനത്തിന് അത് ഉപയോഗിച്ചുകൂടാ? എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? 2, ഞാൻ അറിഞ്ഞിട്ടുള്ള, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാർത്തയായിരിക്കും, അത് ഏകദേശം ഒരു വർഷം മുമ്പൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കോട്ടയത്ത് ജോളി എന്ന് പറയുന്ന ഒരു സ്ത്രീയും
അതുപോലെ തന്നെ അവരുടെ 2 പെൺമക്കളും കൂടെ പോയിട്ട് റെയിൽവേ ട്രാക്കിൽ വെച്ചിട്ട് ജീവൻ എടുത്തിട്ടുള്ളൊരു കേസ് നമ്മൾ കണ്ടിരുന്നു. അവർ മൊത്തത്തിൽ സൊസൈറ്റിയിൽ നിന്ന് ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അവർ ഇതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് ശ്രമിച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ പിടിവള്ളിയായിട്ടൊരു കച്ചിത്തുരുമ്പായിട്ടൊരു ജോബിന് ശ്രമിച്ചിട്ട് അത് ആ ഗ്രൂപ്പിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ കൂടി മുടക്കിയ കഥയും അതിൻ്റെ ഇടയിലുള്ള ചില പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒക്കെ നമ്മൾ വായിച്ചതാണ്. അപ്പം ഞാനതും അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടും അതുപോലെ തന്നെ ആരോപണങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. ബട്ട് സ്റ്റിൽ ജോളി എന്ന് പറയുന്ന വ്യക്തി അവിടെ നിസ്സഹായമായിരുന്നു. അവർക്ക് അവരുടെ ജീവൻ എടുക്കേണ്ടി വന്നു. എന്തുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് റിലീജിയസ് നേതാക്കൾ ശ്രമിച്ചില്ല? അപ്പം സ്വന്തം സൊസൈറ്റിനെ സ്ട്രെങ്തൻ ചെയ്യാനതിന് പകരം ഈ പൈസയൊക്കെ ഇവർ എവിടെയാണ് വിനിയോഗിക്കുന്നത്? ഇതെൻ്റെ മാത്രം ക്വസ്റ്റ്യൻ അല്ല. എങ്കിൽ ഒരുപാട് വിശ്വാസികൾ ഇത്തരം വാർത്തകളുടെയൊക്കെ കമൻറ്റുകളിൽ സഭാ മേലാളന്മാരോട് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ് ഇത്. അപ്പം ഈ പൈസയൊക്കെ റിലീജിയസ് കൺവേർഷൻ ഉപയോഗിക്കാനില്ല എന്ന കാര്യം ഇവർക്ക് പറയാൻ പറ്റുമോ? എൻ്റെയൊക്കെ ജീവിതത്തിൽ എത്രയോ സമയങ്ങളിലാണ് പല ആൾക്കാരോടും മതത്തിലോട്ട് വരൂ എന്നുള്ള ഇൻവിറ്റേഷൻ കിട്ടി എന്നുള്ള വാർത്ത ഇവർ പലരും ഒരു തമാശയായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടുള്ളത്. സോ റിലീജിയസ് കൺവേർഷൻ നല്ല കാര്യമായിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവാഞ്ചലിക് ഗ്രൂപ്പുകളാണെന്നുള്ളൊരു കാര്യം വളരെ എവിഡൻ്റ് ആണ്. നമ്മുടെയൊക്കെ വീട്ടിലോട്ട് ഇടിച്ചു കയറി വന്നിട്ട് മതം മാറ്റാൻ ശ്രമിക്കുന്ന ചില പരിപാടികളൊക്കെ ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നാട്ടുകാരെല്ലാവരും കൂടി ഇവരെയൊക്കെ ഓടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനും പല നാടുകളിലും ഇൻക്ലൂഡിങ് എൻ്റെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം മതപരിവർത്തനം പറ്റില്ല എന്നുള്ളത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് അതിനു വേണ്ടി നിൽക്കുന്നത്? അവനവൻ്റെ കമ്മ്യൂണിറ്റീനെ സ്ട്രെങ്തൻ ചെയ്യാന്ന് പറയുന്നൊരു പരിപാടിയല്ലേ എല്ലാവരും ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ചീപ്പായിട്ട് നടന്ന ചില കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ആദ്യമൊക്കെ ഈ എന്താ പറയുക, ഈ റിലീജിയസ് ഗ്രൂപ്പ്സിൻ്റെ നേതാക്കളെ കുറിച്ചിട്ട് എനിക്ക് ആദ്യം ഒരു ചെറിയ റെസ്പെക്റ്റ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. കാരണം ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ റിലീജിയസ് ഗ്രൂപ്പുകൾ പരസ്പരം തമ്മിലടിക്കാത്തതെന്നുള്ള ഒരു കാര്യമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്ന ആൾക്കാർ അവരുടെ കോമൺ സെൻസ് എന്നാണ് ഇത്തരം പ്രോബ്ലംസ് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത്. ഈ റിലീജിയസ് ഗ്രൂപ്പിലെ ആൾക്കാരോടുള്ള റെസ്പെക്റ്റ് പോകാൻ കാരണമായത് ഇവർ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ഇടപെടുന്ന പല വാർത്തകളും പല കാര്യങ്ങളും സ്വന്തം നാട്ടിൽ നടക്കാൻ കണ്ടതുകൊണ്ടാണ്. ഒരു MP എലക്ഷൻ, മെമ്പർ ഓഫ് പാർലമെന്റിന് വേണ്ടിയിട്ടുള്ള എലക്ഷൻ നടക്കുന്ന സമയത്ത് ചില പർട്ടിക്കുലർ ആയിട്ടുള്ള MP-മാർ ജയിക്കരുത് അല്ലെങ്കിൽ ഇവരെ തോൽപ്പിക്കണം എന്നുള്ളതിൻ്റെ പേരിൽ റിലീജിയസ് ഹെഡ്മാരുടെ നേതൃത്വത്തിൽ കുടുംബയോഗങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന്റെ സമയത്ത് ഷോൺ ജോർജിനെ പോലെയുള്ള സ്ഥാനാർത്ഥികളൊക്കെ മുന്നോട്ട് വന്ന് പറഞ്ഞത് പള്ളികൾ ത്രൂ ആളുകൾക്ക് ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുതെന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെയാണ്. ഇതൊക്കെ എന്ത് ചീപ്പായിട്ടുള്ള ഇടപെടലാണ്. മാത്രമല്ല, സെൻട്രൽ ഗവൺമെന്റ് കറക്റ്റ് സമയത്ത് തന്നെയാണ് ചൂണ്ടായിട്ടത് FCRയുടെ കേസിൽ. FCR അമെൻമെന്റ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ കറക്റ്റ് നിയമസഭാ ഇലക്ഷന്റെ മുമ്പിൽ തന്നെ കാര്യങ്ങൾ പുറത്തിറക്കി. അപ്പം ഇവിടെയുള്ള ചില ആൾക്കാർ, മതമേലാളന്മാർ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് കാണിച്ചിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനെ ഭീഷണിപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത്? സെൻട്രൽ ഗവൺമെന്റിന് കൃത്യമായിട്ട് എന്ത് കാര്യത്തിൽ ആര് വോട്ട് ചെയ്തു എന്നുള്ളൊരു സംഗതി മനസ്സിലാവുകയും ചെയ്തു. അവർ കറക്റ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പം ഈ സാധനം കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആക്കി. ഇപ്പോൾ ഈ അടുത്ത് അറിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ഒരു റിലീജിയസ് ഗ്രൂപ്പ്സിന്റെ ഹെഡൊക്കെ കൂടിയിട്ട് ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നു അമിത്ഷാനെ കാണാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു കാര്യമൊക്കെയാണ്. 3 തവണ ഇവരെ കാണാൻ ശ്രമിച്ചു. 3 തവണയും അദ്ദേഹം ഇവരെ കാണാനായിട്ട് കൂട്ടാക്കിയതേ ഇല്ല, മൈൻഡേ ചെയ്തില്ല. ഇപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ റിലീജിയസ് വോട്ട് ബാങ്ക് കാണിച്ചിട്ട് ഇവർ ആരെയാണ് വിരട്ടാൻ പോയെന്നുള്ളൊരു കാര്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിനേക്കാട്ടിലും വലിയ ഗെയിമൊക്കെ കളിച്ച് നമ്മുടെ കശ്മീരിലെ ആർട്ടിക്കിൾ 370 ഒക്കെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ടുള്ള ഒരു മുതലാണ് നമ്മുടെ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമിത്ഷാ. ഇങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ടൊക്കെ തന്നെയാണല്ലോ ഇവരെ എന്താ പറയുക, പല ആൾക്കാരും വലിയ ടാർഗറ്റഡ് ആയിട്ട് ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവരെ എന്തൊക്കെ ഹെയ്റ്റ് ചെയ്താലും, അവർക്കെതിരെ എന്തൊക്കെ മുഖപ്രസംഗം ചില പത്രങ്ങളിൽ എഴുതിയാലും, ചില പത്രങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഒരു കാര്യമില്ല. അവരിതിലൊന്നും വഴങ്ങാതെ ഈ നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഫ്രണ്ടിൽ വെച്ചിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുള്ള കാര്യം ഇപ്പം ഈ റിലീജിയസ് ഹെഡ്മാർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇപ്പോൾ അതേ പത്രസമ്മേളനത്തിലൊക്കെ വന്ന് സംസാരിച്ചത് കേന്ദ്ര സർക്കാരിനോട് മൃദു സമീപനം മതി ഈ ഒരു കാര്യത്തിൽ നിന്നാണ്. ഇനി നിങ്ങൾ എന്തോരം മൃദുവായിട്ട് നിന്നാലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു മൃദുലതയും പ്രതീക്ഷിക്കേണ്ടെന്നാണ് ഇവർ കൊണ്ടുവരുന്ന വളരെ സ്ട്രിക്റ്റ് സ്ക്രൂട്ടിനിയിൽ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി 2 കാര്യങ്ങൾ എനിക്ക് വളരെ ബ്രീഫായിട്ട് സംസാരിക്കാനുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഈ ഊഹാപോഹങ്ങൾ പറയാനോ വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാനോ ഒന്നും നിൽക്കുന്നില്ല. ഒന്ന്, ജോഷുവ പ്രോജക്റ്റ് എന്ന് പറയുന്ന സംഗതി എന്താണെന്നുള്ളതാണ്. 2, തിമോത്തി ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നൊരു കാര്യം എന്താണെന്നുള്ളതാണ്. ഈ ജോഷുവ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറിൻ ബേസിൽ പ്രവർത്തിക്കുന്ന എവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ഗ്രൂപ്പ്സിൻ്റെ ഒരു റിലീജിയസ് റിസോഴ്സും കൂടിയാണ്.
ഇതിനകത്ത് ഇവർ ശരിക്കും ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ലോകത്ത് മുഴുവനുള്ള എത്നിക് ഗ്രൂപ്പുകളെ കുറിച്ച് പഠിക്കുക, ലോകത്തിൻ്റെ ഡെമോഗ്രഫി എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കുക, ഏതൊക്കെ എത്നിക് ഗ്രൂപ്പുകൾ എവിടെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം പഠിക്കുക, എന്നിട്ട് അവിടേക്ക് ഔട്ട്റീച്ച് നടത്തുക. എന്താ അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓഫ് കോഴ്സ് റിലീജിയസ് കൺവേർഷൻ തന്നെയാണ് ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ജോഷുവ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ളത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇനി 2, തിമോത്തി ഇനീഷ്യേറ്റീവ്. അത് എഗൈൻ ഒരു എവാഞ്ചലിക്കൽ ഗ്രൂപ്പാണ്. അത് അമേരിക്കയിലെ നോർത്ത് കരോലിന ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ആൻഡ് ഇവരുടെ കേസിൽ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഈ അടുത്ത് കുറേ ഫോറിൻ ATM കാർഡുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഈ മാവോയിസ്റ്റുകളുടെ കയ്യിൽ നിന്നൊക്കെ സെൻട്രൽ ഗവൺമെൻറ് അതുപോലെ തന്നെ NIA പോലുള്ള ഏജൻസികളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരുടെ കയ്യിൽ ഇരുന്നുകൊണ്ടിരുന്ന ഈ കാർഡുകളിൽ കൂടെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് അറൗണ്ട് ഒരു 95 crore 95 കോടി രൂപ വലിച്ചിട്ടുണ്ട്. അതൊക്കെ എവിടെ നിന്ന് കിട്ടിയ വിഘടനവാദികളുടെ കയ്യിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഈ പൈസ വലിച്ചിട്ടുണ്ട്. ഈ പൈസയൊക്കെ വിഘടനവാദം വളർത്താൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഏകദേശം നമ്മുടെ NIAയുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാർഡുകളൊക്കെ ആരുടെ അണ്ടറിലുള്ളതായിരുന്നു? തിമോത്തി ഇനീഷ്യേറ്റീവിൻ്റെ അണ്ടറിലുള്ളതായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ പറയുന്ന പൈസയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഇനീഷ്യേറ്റീവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്ക്രൂട്ടിനി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ മലയാളികളായിട്ടുള്ള പാസ്റ്റേഴ്സ് അടക്കമുണ്ടെന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഈ പൈസയൊക്കെ വിഘടനവാദത്തിന് വരുന്നില്ല എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പ് പറയാനായിട്ട് സാധിക്കും? സോ ഇന്ത്യ ഇനി വിഘടനവാദത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ അതുപോലെ തന്നെ നാഷണൽ ഇൻട്രസ്റ്റിനെതിരായിട്ട് ഒരു പൈസയും ഇവിടെ വരുന്നതിനോട് യോജിക്കുന്നില്ല. അത് കൃത്യമായിട്ട് തന്നെ ഇവിടുത്തെ സെൻട്രൽ ഗവൺമെൻറ് പറയുന്നു. സമാധാനമായും സുരക്ഷിതമായിട്ടും ഈ നാട്ടിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സകല ആൾക്കാരും, അവരിപ്പോൾ ഏത് വിശ്വാസത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരും ഇതിനോട് യോജിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത്. പിന്നെ വിശ്വാസികളൊക്കെ പറയുന്നത് പോലെ പണ്ടത്തെ പോലെ പുറത്തുനിന്ന് വരുന്ന പൈസ കൈയിട്ട് വാരാൻ ഇനി കിട്ടില്ല. കൈയിട്ട് വാരാൻ കിട്ടില്ലെന്ന് മാത്രമല്ല, പണ്ടത്തെ പോലെ ഈ കിട്ടുന്ന പൈസയ്ക്ക് അടിച്ചു പൊളിക്കാനൊന്നും പറ്റില്ല. നിസ്വാർത്ഥ സേവനം നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കാൽനടയായിട്ടും കൈനടയായിട്ടൊക്കെ പോയിട്ട് സേവനം നടത്തട്ടെന്നേ എന്നാണ് ഇവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയേ ഉള്ളൂ സംഗതി. ഈ രാജ്യത്തിന് ഇവിടുത്തെ സമാധാനമാണ് വലുത്. അല്ലാണ്ട് എത്നിക് ഗ്രൂപ്പുകളുടെ ഇടയിൽ മതപ്രചാരണം നടത്തി ഞങ്ങളൊരു സെപ്പറേറ്റ് ഗ്രൂപ്പാണെന്നുള്ളൊരു തോന്നൽ അവരുടെ ഇടയിൽ ഉണ്ടാക്കി അവരുടെ ഇടയിൽ വെപ്പണും കൊടുത്ത് വിഘടനവാദമൊക്കെ വളർത്തുന്ന മണിപ്പൂരിൽ നടക്കുന്നത് പോലത്തെ ഇൻസിഡൻസ് ഇനി ഇന്ത്യയിൽ നടത്താൻ ഇവിടുത്തെ ജനങ്ങളും തയ്യാറല്ല, ഗവൺമെൻറ്റും തയ്യാറല്ല. അതിനോട് സഹകരിച്ച് പോണതായിരിക്കും എല്ലാവർക്കും നല്ലത്. സോ FCRA പോലെയുള്ള ഭേദഗതികൾ വരട്ടെ, അതിൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് ഉണ്ടാവട്ടെ. ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയിലെ ഗവൺമെൻറ്റും ഇന്ത്യക്കാരും കൺട്രോൾ ചെയ്താൽ മതി. പുറത്തുനിന്നുള്ള ഏജൻസികളും അവർ കൊടുക്കുന്ന ഫണ്ടും അത് കൺട്രോൾ ചെയ്യണ്ട.